ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പാലക്കിൻ്റെ ഒരു സൈഡ് ഡിഷാണ് കാണിക്കാൻ പോണത്. തോരനല്ല, കുറച്ച് വെറ്റായിട്ടുള്ളതാണ്. പാലക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഇതിന് പാലക്ക് ചീരയാണ്. നാട്ടിലിപ്പോൾ എല്ലായിടത്തും നല്ല മോളിലെല്ലായിടത്തും കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതിന് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിനത് ഇത്. അപ്പോൾ അവർ തരുന്ന ഒരു കെട്ടണത്. പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരം വേണം, കുറച്ച് മൂങ്ദാൽ വേണം. മൂങ്ദാൽ എന്ന് ചെറുപയറിൻ്റെ പരിപ്പാണ്. ഇത് ഞാനൊരു 10 മിനിറ്റ് മുന്നേ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതിന്. ഇത് ഞാൻ അളവ് പറഞ്ഞ് അങ്ങനെ ഒരു ഹാൻഡ്ഫുള്ളാണ് എടുത്തിട്ടുള്ളത്. കുതിർന്നപ്പോൾ കുറച്ച് കൂടുതൽ തോന്നണതിന്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം. ആദ്യം അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഇടണം. എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കടുക് ഇട്ടു. ഒരു ടേബിൾ സ്പൂൺ എണ്ണ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം, ഒരു അരമുറി ഉണ്ട്, ചെറിയ മുറി, അധികം വലിപ്പമുള്ളതല്ല. നാളികേരം, ഇതിൽ ഒരു 5 പച്ചമുളകും ഒരു 6 പോട് വെളുത്തുള്ളി എല്ലാം നമ്മുടെ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഒന്ന് ചതച്ചെടുത്തതിനത്, അരയൊന്നും വേണ്ട, അങ്ങനെ എടുത്തിട്ടുള്ളതിന്. അപ്പോൾ കടുക് പൊട്ടി. അപ്പോൾ നമുക്ക് ഒരു സവാള ഉണ്ട്, ഇത് ചെറുതാക്കി കട്ട് ചെയ്തതിന്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കത്, ബ്രൗണൊന്നും ആവണ്ട. ഇതൊന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. അപ്പോൾ നാളികേരം ഞാനതിലൊരു 5 പച്ചമുളകിലാണ് എടുത്തിട്ടുള്ളത്. അധികം വലിപ്പില്ല. എരിവനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ്, അതിൽ കുറവായാലും മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൽ ചുവന്ന മുളക് ഇടില്ല, അപ്പോൾ അതുകൊണ്ട് ഇതിനനുസരിച്ച് പച്ചമുളക് ഇട്ടാൽ മതി. ഇനി നമുക്ക് നാളികേരം ഇടാം. ഇതിൽ നല്ല ജീരകമുണ്ട്, 1/2 ടീസ്പൂൺ ഉണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ ചെറിയ ഉള്ളിയുണ്ട്, നമ്മുടെ ചുവന്നുള്ളി, അതുണ്ട്. അപ്പോൾ ഇത് മൊരിയൊന്നും വേണ്ട, വെറുതെ ഒരു മിനിറ്റ് ഒന്ന് അങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ മൂങ്ദാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുതിർത്തിയത്, പിന്നെ അധികം വേവാൻ സമയം എടുക്കില്ല. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇല കട്ട് ചെയ്തിട്ട് അതിനോട് കൂടെ അത് വെന്തോളും ശരിക്കും. ഇനി പാലക്ക് ഇട്ട് കൊടുക്കരുത്. കാണുമ്പോൾ കുറച്ച് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ഇത് വെന്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇതൊന്നും എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സാക്കിയിട്ട് മൂടി വെച്ചാൽ മതി. ഇത് ചെറിയ തീയിൽ. അപ്പോൾ അതിൻ്റെ ആ വെള്ളം, അതിൻ്റെ ആദ്യമൊക്കെ വന്ന് മൂടി വയ്ക്കുമ്പോൾ താഴെ വീണിട്ട് ആ വെള്ളം കൊണ്ട് ഇത് വെന്തില്ല. വേറെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് ഉപ്പിടണം കുറച്ച്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ട വരും. ഗ്യാസ് ചെറുതാക്കിയിട്ടുണ്ട്. ഇത് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഡിഷ് തയ്യാറായിട്ടുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും ഒഴിച്ചില്ല, ഇതിലുള്ള വെള്ളം തന്നെയാണ്. ഒരു കുഴഞ്ഞ പോലെ ആയിട്ടുണ്ട്, എല്ലാം വെന്തിട്ടുണ്ട്, നല്ല കളറുണ്ട്. അതൊന്ന് നമുക്ക് ഉപ്പ് നോക്കാം.
ഉപ്പ് പോരങ്ങ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കുറേ ഗുണങ്ങളുള്ളൊരു ലീഫി വെജിറ്റബിളാണ് പാലക്ക്. അപ്പോൾ ഇത് നമ്മുടെ വിഷൻ ഇമ്പ്രൂവ് ചെയ്യും, ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഇതിൽ നന്നായി ഫൈബർ ഉണ്ട്. അപ്പോൾ ഫൈബറുള്ള കാരണം ഡൈജഷന് നല്ലതാണ്, കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ഇതിൽ പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ പൊട്ടാസ്യം ഉള്ള കാരണം പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറെല്ലാം റെഗുലേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ നല്ലതാണ്. പിന്നെ അയേൺ ഉണ്ട്. അയേൺ ഉള്ളത് കൊണ്ട് ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ ഉണ്ടാവും, അനീമിയ തടയും. പിന്നെ വിറ്റാമിൻ കെ ഉണ്ട് ഇതിൽ, അപ്പോൾ അത് ബോൺ ഹെൽത്തിന് നല്ലതാണ്. പിന്നെ സ്കിൻ ഹെൽത്തിനും നല്ലതാണ് അത്, ഇൻഫ്ലമേഷൻ കുറയ്ക്കും. പിന്നെ ഇതിന് ഒരു ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി കൂടിയുണ്ട്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു കുറേ ഗുണങ്ങളുള്ളൊരു ലീഫി വെജിറ്റബിളാണിത്. അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളുടെ കൊച്ചുമക്കൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്, ചപ്പാത്തിയുടെ കൂടെയും ചോറിൽ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.